ജോയിച്ചേട്ടന് 17 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റിൽ അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ള ഇതുപോലുള്ള ഒരു വീട് നിങ്ങൾക്ക് നിർമ്മിച്ചും തരും. ഇതിനകത്ത് ചൂട് എന്നുള്ള ഒരു പ്രശ്നമേ വരാത്ത രീതിയിൽ നല്ലൊരു വീടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീട്. ഈ അടഞ്ഞു കെട്ടിയുള്ള വീടിനേലും കുറേ കൂടി ഫ്രീ ആയിട്ട്, അതെ, വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള ഒരു വീട്, അതെ, ഒരു ഓപ്പൺ സ്പേസ്, ഒരു എ ഫ്രെയിം വീടിന്റെ ഇന്റീരിയർ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത മനോഹരമായിട്ടുള്ള ഒരു ഇന്റീരിയർ അല്ലേ. ഒരു മോഡുലാർ കിച്ചണിൽ എന്തൊക്കെ വേണോ അതെല്ലാം അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എ ഫ്രെയിമിന്റെ ആംഗിൾ വരുന്ന ഒരു ഭാഗമാണ്. അതിനൊരു ഭംഗിയായിട്ട് എങ്ങനെ കീപ്പ് ചെയ്യാമെന്നാണ് ഈ സ്ട്രിപ്പ് വുഡിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ബെഡ്റൂമിനകത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യുന്നത് ഈ ടെക്സ്ചർ തന്നെയാണ്. നമ്മൾ ഹാളിൽ കണ്ട സെയിം ടെക്സ്ചർ ഫിനിഷ് ആണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ പുറമേ നിന്ന് കണ്ട ഭംഗിയുള്ള ഒരു ഏരിയ ആണ്. നല്ലൊരു ബാൽക്കണി, നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്പേസായി മാറി ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ ബാൽക്കണി. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീട് കാണിക്കാൻ. അതെ, ബാക്കിൽ കാണില്ല, അടിപൊളി എ ഫ്രെയിം സ്ട്രക്ചറിൽ മനോഹരമായിട്ട് ചെയ്ത വീട്. സാധാരണ രീതിയിൽ ഇതുപോലുള്ള എ ഫ്രെയിം ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ബേസിക് സ്ട്രക്ചറൊക്കെ നമ്മൾ കാണിക്കാറുള്ളൂ. പക്ഷേ ഇത് ക്വാളിറ്റിയിൽ പ്രീമിയം ലുക്കിൽ ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് ചൂട് എന്നുള്ള ഒരു പ്രശ്നമേ വരാത്ത രീതിയിൽ നല്ലൊരു വീടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീട്. പലർക്കും ഉണ്ടാകുന്ന സംശയം, എ ഫ്രെയിം കൊണ്ട് നമുക്ക് വീട് വെക്കാൻ പറ്റുമോ, അത് കുറച്ച് വർഷം കഴിയുമ്പോൾ കംപ്ലൈൻ്റ് ആവില്ലേ എന്നൊക്കെ. അങ്ങനെയൊന്നും വരാതെ മനോഹരമായിട്ട് ചെയ്ത ഒരു വീടാണ്. പിന്നെ ഇതുപോലുള്ള വീട് നമ്മൾ വെക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് ഒന്ന് കുറച്ച് പിടിക്കാനും പറ്റും, നമുക്കൊരു മോഡേൺ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാനും പറ്റും കേട്ടോ. അങ്ങനത്തെയുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു അടിപൊളി സ്റ്റൈലാണ് ഇവിടെ ജോയിച്ചേട്ടൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ ഒരു ലുക്ക് നോക്കി, പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു റിസോർട്ടിൽ പോയ ഫീല് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. മുറ്റം ഭംഗിയായിട്ട് നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല സ്റ്റോണുകൾ യൂസ് ചെയ്ത പോലെ ടൈലുകൾ യൂസ് ചെയ്തിട്ടാണ് വോളെല്ലാം ഡിസൈൻ ചെയ്തത്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ കാണുന്ന എ ഫ്രെയിമിൻ്റെ എൻഡ് നിലത്ത് തട്ടാത്ത രീതിയിൽ അത് ഡിസൈൻ ചെയ്ത്, അതിന് കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ സീക്രട്ട്. ഇതുപോലെ സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുമുണ്ട്. ഇതുപോലുള്ള വീടുകൾ ചെയ്യുകയാണെങ്കിൽ നിർമ്മിച്ച് തരുന്ന ഒരാളും കൂടെ ആണ് ജോയിച്ചേട്ടൻ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. മകനായിരിക്കും അല്ലേ? രണ്ടുപേരും കൂടെയാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഈ ഒരു പ്ലോട്ട് ശരിക്കും വീട് ഇവിടെ തന്നെ ആയിരുന്നു. അതിന്ന് മാറി ഒരു എ ഫ്രെയിമിൽ ഒരു വീട് എടുക്കുക, ഇങ്ങനെ എടുത്തു കൊടുക്കുന്ന ഒരാളും കൂടെ ആണ് അല്ലേ? വർക്ക് ചെയ്യുന്നതാണ്. നമ്മളെ സ്ഥാപനത്തിന്റെ പേര് വാസ്തുശില്പ കൺസ്ട്രക്ഷൻ കൊരട്ടി തൃശ്ശൂർ കേട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു വീട് കാണാൻ അത്ഭുതപ്പെട്ടു ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഒരു എ ഫ്രെയിം ആണ്, അതിൽ ഇത്രയും ലക്ഷറി പോലെ ഫീൽ ചെയ്യിക്കുന്ന രീതിയിൽ ഇന്റീരിയറും കൊടുത്തു അല്ലേ, ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇത് എത്ര സ്ക്വയർ ഫീറ്റ്? 2000 സ്ക്വയർ ഫീറ്റോളം ആണ് വരുന്നത് അല്ലേ? 2000 സ്ക്വയർ ഫീറ്റ്, 2 ഫ്ലോർ ആയിട്ട് 2000 സ്ക്വയർ ഫീറ്റ്. അപ്പൊ ഇങ്ങനെ കാണുമ്പോ നമ്മളെ വ്യൂവേഴ്സിന് ഭയങ്കര താല്പര്യം, നമുക്കും അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അത് ചെയ്തു കൊടുക്കാം. ഞാൻ എൻ്റെ ഒരു ഇഷ്ടപ്രകാരം, മകന്റെയും ഒരു താല്പര്യപ്രകാരം അങ്ങനെ ചെയ്തതാണ്. ഞങ്ങൾക്ക് വീട് അപ്പുറത്തുണ്ട്. അതെ, പക്ഷെ ഇപ്പൊ ആ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്, അവിടെ ആളില്ല. കാരണം ഇതുപോലെ മോഡേൺ ഫീച്ചർ ആണ് എല്ലാവർക്കും ആവശ്യം. വെറൈറ്റി നമ്മൾ ഈ അടഞ്ഞു കെട്ടിയുള്ള വീടിനേലും കുറേ കൂടി ഫ്രീ ആയിട്ട്, അതെ, വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള ഒരു വീട്, അതെ, ഒരു ഓപ്പൺ സ്പേസ്. 1000 സ്ക്വയർ ഫീറ്റ് വീടെങ്കിലും നമുക്ക് അവർക്ക് നിർമ്മിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപ ചെലവ് കാണണം? നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ഇതിലൊരു സ്ക്വയർ ഫീറ്റ് ഒരു 1700 രൂപയ്ക്കൊക്കെ ചെയ്തു കൊടുക്കാം. ഒരു 17 ലക്ഷം. ഓക്കെ. അതിനകത്ത് നമ്മൾ റൂഫ് ചെയ്തപ്പോ നേരത്തെ ചൂട് കുറക്കാനുള്ള കുറച്ച് ടെക്നിക്കൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു, അതൊക്കെ അതിനകത്ത് വരില്ലേ? അതൊക്കെ അതിൽ വരും. സീലിംഗ് വരും, ഇന്റീരിയർ വരില്ല. ഓക്കെ, നമ്മൾ ഇന്റീരിയർ കാണിച്ചില്ല, അത് കാണാൻ പോവാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീടിന് മൊത്തം എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടാവും? ഇതിന് നമുക്ക് ഒരു 2100 സ്ക്വയർ ഫീറ്റോളം, അതായത് കുറച്ച് ലക്ഷറിയാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് തേക്കിന്റെ ഒക്കെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ഇന്റീരിയർ വേണ്ടവർക്ക് അതും കൂടെ ചെയ്ത് കൊടുക്കൂല്ലേ? അത് ചെയ്ത് കൊടുക്കും. ഞങ്ങൾ ഇന്ന് അകത്തെ കാഴ്ചയോടെ കാണിക്കട്ടെ. നമ്മൾ ഇന്റീരിയർ കുറച്ച് ലൈറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ റേറ്റ് കുറക്കാനും പറ്റും. പക്ഷെ ഇവിടെ നമ്മളൊരു കോംപ്രമൈസ് ചെയ്തില്ല. അതെ അതെ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോ നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്നത് പിന്നെ ഞങ്ങൾക്ക് ആ വീട്ടിലേക്ക് മാറാൻ പിന്നെ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയായി മാറും. നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇതിന്റെ മുറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ടു, പക്ഷെ ഒരു നല്ല വരാന്ത കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പായിട്ടും കൊടുത്തിട്ടുണ്ട്, അതുപോലെ റാമ്പും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് പ്രായക്കാർക്കും കയറാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ട്രക്ചറിന്റെ ഒരു പ്രത്യേകത, കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്യാം, എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ്. ഇതിന്റെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്
മോഡേൺ സിറ്റ് ഔട്ടാണ്, ഫുൾ ഓപ്പൺ ആണ്. നമുക്കിത് അവിടെ ഇരിക്കാം. അതുപോലെ ഈ പുറമേയുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ നാച്ചുറൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇവിടെയും ഇരിപ്പിടങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പുറമേ നല്ലൊരു ആംബിയൻസ് ഉള്ള പ്ലാവ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ഫീൽ ഇവിടെ കിട്ടും. ഇനി ഈ ഒരു ചുമരിൻ്റെ ഡിസൈൻ പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്ട്രക്ചറിൽ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങൾ പറയാം. മെറ്റൽ സ്ട്രക്ചർ യൂസ് ചെയ്ത് ഈ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ പാർട്ടീഷനെ കുറിച്ച് അടുത്ത് ചിന്തിക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 2 ഫീറ്റ് വിടുത്തുള്ള പാനലുകളാട്ടോ. അതിനുശേഷമാണ് ഈ കാണുന്ന വലിയ വിൻഡോകൾ കൊടുക്കുക. ഇവിടെ വിൻഡോകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും മെറ്റലിലാണ്, ഫിക്സഡ് ഗ്ലാസുകളും സ്ലൈഡിങ് ഗ്ലാസുകളും ഒക്കെ കൊടുത്ത് ഇതുപോലെ ഭംഗിയാക്കും. അതുപോലെ ഇവിടെ ചെയ്തിരിക്കുന്നത് നല്ല ടൈലുകൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫ്രണ്ട് എലവേഷനെ ഭംഗിയാക്കുകയാണ് ചെയ്തത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ ആർക്കും ചെയ്യാമെന്ന് പലരും പറയാറുണ്ട്, പക്ഷേ ക്വാളിറ്റിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഇതുപോലെ നമ്മൾ ഷീറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഓട് ഉപയോഗിച്ചോ ഒക്കെ നമ്മൾ റൂഫ് ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട് ചൂട് കൂടുതലാകില്ലേ എന്ന്. അതിനുള്ള സൊല്യൂഷനും ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിനടിയിൽ PVCൻ്റെ ഷീറ്റ് കൊടുത്തു, ഈ ഒരു വുഡൻ ഡിസൈനും കൂടെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഫീല് വേറെയായി. 2ാം നില കണ്ടില്ലേ, 2nd ഫ്ലോറും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ബാൽക്കണി, നമുക്കൊരു ഗ്ലാസിൻ്റെ ഒരു എലിവേഷൻ ഇവിടെ കാണാൻ പറ്റും. അത് ഒരു ബാൽക്കണിയിൽ നിന്നിട്ട് ഉള്ള എക്സ്ട്രാ സ്പേസ് ആട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. വീട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ബെഡ്റൂം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്കില്ലേ? ഇവിടെ 4 ബെഡ്റൂമാണ് സുന്ദരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഫ്രെയിം വീടിൻ്റെ ഇൻറ്റീരിയർ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത മനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ അല്ലേ. ഇത്രയും വിശാലമായിട്ടുള്ളൊരു സ്പേസ്, ലോങ് ആയിട്ടുള്ള ഒരു ഹാള്, ഡൈനിങ് സ്പേസ്, അതുപോലെ ഒരു ഓപ്പൺ കിച്ചൺ എല്ലാം വരുന്ന ഒരു ബിഗ് സ്പേസ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്നാൽ സാധാരണ ഒരു കോൺക്രീറ്റ് വീടാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു പില്ലർ അല്ലെങ്കിൽ ഒരു തൂൺ ഇതിനകത്ത് വരും. ഇതിനകത്ത് അങ്ങനെ ഒരു കട്ടിങ് വരുന്നേ ഇല്ല. നമുക്ക് ഫുൾ ഓപ്പൺ ആയിട്ട് തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീട്ടിലെ ലിവിങ് സ്പേസ് ഈ ഒരു സ്പേസിലാണ് കാണാൻ പറ്റുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വാളിനെ ഒന്നും കൂടെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വുഡൻ പാനലുകൾ തേക്ക് വുഡിലാട്ടോ ചെയ്തിരിക്കുന്നത്. ഇതേ ഡോറും തേക്ക് വുഡിലാണ്. ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. TV യൂണിറ്റ് ഇവിടെ പ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ ഒരു പ്രെയർ ഏരിയ പ്ലേസ് ചെയ്തു. പിന്നെ നമുക്ക് ഒരു ഹിഡൻ ഏരിയ കാണാൻ പറ്റും. ഇവിടെ വാഷ് ബേസ് ഏരിയ അവിടെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്, കർട്ടൻ പ്ലേസ് ചെയ്തിട്ട്. അതുപോലെ മറ്റൊരു റൂമിൻ്റെ ഡോറാണ് ഇവിടെ വരുന്നത്. ഇതായിരിക്കും നിങ്ങളെ കണ്ണിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക അല്ലേ. അടിപൊളിയായിട്ടുള്ളൊരു മോഡുലാർ കിച്ചൺ, ഓപ്പൺ കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നാനോ വൈറ്റ് ടോപ്പിൽ നല്ല വുഡൻ കൗണ്ടർ കൊടുത്തു. പക്ഷേ നിങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടൈലിനെ കുറിച്ചല്ലേ. ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള മൊറോക്കൻ ടൈൽസ് ഡിഫറെൻറ്റ് കളറിൽ വരുന്നത് ഇവിടെയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിലെ അട്രാക്റ്റീവ് ആക്കുന്നത്. പിന്നെ ഈ ഒരു കൗണ്ടറിൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല ലാമിനേറ്റ്സ് ആട്ടോ കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു ഗ്ലോസി, ഇത് PVCയിലാട്ടോ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ലാമിനേറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടുണ്ട്. വലിയൊരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ യൂണിറ്റുകളെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു മോഡുലാർ കിച്ചണിൽ എന്തൊക്കെ വേണോ അതെല്ലാം അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഈ കാണുന്ന നാച്ചുറൽ ടെറാക്കോട്ട ഫീൽ വരുന്ന ടൈലുകളാട്ടോ. ഒരിക്കലും ഇങ്ങനെ സ്ഥലത്ത് ഇത് ആപ്റ്റ് ആവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ ഇവിടെ പ്ലേസ് ചെയ്ത് കണ്ടപ്പോൾ അത് ഓക്കെ ആണെന്ന് തോന്നി. അതുപോലെ ഈ ഒരു കൗണ്ടറിൻ്റെ ഇൻസൈഡ് ഭാഗത്ത് കൂടുതൽ ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം സ്റ്റോറേജ് കൂടെ കൊടുത്തപ്പോൾ ഈ ഒരു ഏരിയ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായി. പിന്നെ ഈ ഒരു വീടിൻ്റെ സാധാരണ വൈറ്റ് ചുമരിനും അപ്പുറം ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ ടെക്സ്ചർ ഫീൽ ഗോൾഡൻ മെറ്റാലിക് വരുന്ന വോളുകളാണ്. ഇത് നമുക്ക് സൈഡിൽ നിന്ന് നോക്കിയാണ് ഇതിൽ നല്ല ഒരു വേൾഡ് മാപ്പ് സ്റ്റൈലിലാണ് ടെക്സ്ചർ വന്നിരിക്കുന്നത്. അതിൽ വൈറ്റ് സ്വിച്ച് കൂടെ വന്നപ്പോൾ അടിപൊളിയായി. പാനലിങ്ങും ഒക്കെ ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സീലിങ്ങിലുള്ള വുഡൻ പാനൽസ് നാച്ചുറൽ തേക്കിലാട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് 1ാം നിലയിലേക്കുള്ള റൂട്ടാണ്, അതായത് ഈ കാണുന്നതാണ് ഇതിലെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള പാസേജ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഇതിൻ്റെ ഹാൻഡ് റെയിൽ എങ്ങനെ ചെയ്തു എന്ന്. ഇതിൻ്റെ ഹാൻഡ് റെയിൽ മെറ്റൽ ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. CNC കട്ട് ചെയ്തിട്ടാട്ടോ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഏത് ഡിസൈനിലും നമുക്ക് ഡിസൈൻ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് CNC. ഈ മേലെ കാണുന്നത് വുഡ് തന്നെയാണ് കേട്ടോ. ഇതേ തേക്ക് വുഡിനെ കളർ ചെയ്ത് റെഡിഷ് ആക്കിയിരിക്കുകയാണ് ഇതിലെ സ്റ്റെപ്പുകളിലെല്ലാം ചെയ്തിട്ടുള്ളത്. അതായത് ഇതെല്ലാം തേക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത് എന്നർത്ഥം. ഇനി ഈ ഒരു മെറ്റൽ സ്ട്രക്ചർ ആണെങ്കിൽ കൂടി നേരത്തെ പറഞ്ഞൊരു പോയിന്റ് അവിടെ ഉണ്ട്. അതായത് നമുക്കിത് നിലത്ത് മുട്ടുന്ന രീതിയിൽ ഫ്രെയിം ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് എന്ന് പറഞ്ഞത് ഈ കാണുന്നതിനപ്പുറം നമ്മൾ സ്പേസ് ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അതിനെ മാക്സിമം ഇവിടെ ക്ലോസ് ചെയ്തിട്ട് യൂസ് ചെയ്തു. കാരണം എക്സ്ട്രാ സ്പേസിനെ ഒഴിവാക്കി എന്നർത്ഥം. സ്ക്വയർ ഫീറ്റ് വെറുതെ കൂട്ടണമല്ലോ. ഈ ഒരു ഭാഗത്ത് ഫുൾ ഓപ്പൺ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഓപ്പൺ ചെയ്താൽ മാക്സിമം ലൈറ്റ് കിട്ടും. അതായത് ഈ ഒരു വീടിൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ വിൻഡോകളെല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് ഈ കാണുന്ന വലിയ ഹാളിലേക്കുള്ള പ്രകാശം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലേക്കും
ഈ ഒരു ലൈറ്റ് കിട്ടും. ഫസ്റ്റ് ഫ്ലോർ ഇതാ കാണുന്നത് കണ്ടില്ലേ, നല്ലൊരു ബാൽക്കണി സ്റ്റൈലിലാണ് ഹാൻഡ് റെയിലുകൾ അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിനകത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യുന്നത് ഈ ടെക്സ്ചർ തന്നെയാണ്. നമ്മൾ ഹാളിൽ കണ്ട സെയിം ടെക്സ്ചർ ഫിനിഷാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ബെഡ് കോട്ടാണ്, നാച്ചുറൽ വുഡിലാണ്, തേക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഹെഡ് ബോർഡ് ഇതാ ഇതുപോലെ കുഷൻ ചെയ്തു ഭംഗിയാക്കി. ഈ ഒരു വീട്ടിലെ എല്ലാ വാർഡ്രോബും ഇതാ ഇതുപോലെ PVC-യിൽ ചെയ്ത് ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. സ്ലൈഡിങ് ഡോറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിക്ക റൂമിലും നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ സ്പേസിലുള്ള മിററും അതുപോലെ ഒരു സ്റ്റഡി ഏരിയയും. ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ കാണുന്ന പോർഷൻ നമ്മൾ ഫ്രെയിമിൻ്റെ ആംഗിൾ വരുന്ന ഒരു ഭാഗമാണ്. അതിനൊരു ഭംഗിയായിട്ട് എങ്ങനെ കീപ്പ് ചെയ്യാമെന്നാണ് ഈ സ്ട്രിപ്പ് വുഡിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അത് കൂടുതൽ ഹീറ്റിനെ റിഡക്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ്, അതായത് സീലിംഗ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു രീതിയിൽ കാണാൻ പറ്റുക. പിന്നെ വിൻഡോകൾ ഈ ഒരു ഹൈറ്റിലാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് ഫ്രണ്ട് എലിവേഷനിൽ നമ്മൾ കാണുന്ന വിൻഡോ ആയതുകൊണ്ട് ഇത് കൂടുതൽ ഹൈറ്റ് കിട്ടുകയും ചെയ്തു. ഫ്രെയിം സ്ട്രക്ചറിൽ എങ്ങനെ നല്ലൊരു ബാത്റൂം ചെയ്യാമെന്നുള്ളതിന് ഉദാഹരണമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബാത്റൂമും നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തു. ടെറാക്കോട്ട ഫ്ലോറിങ്ങും അല്ലെങ്കിൽ ടെറാക്കോട്ട ഫീൽഡ് ടൈലും അതുപോലെ ഭംഗിയുള്ള വാൾ ഡിസൈനും ആണ് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു വാഷ് ബേസിൻ കൊടുത്തു. WC കൊടുക്കുമ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതുപോലുള്ള സ്ട്രക്ചറിൽ ബാത്റൂം ചെയ്യാൻ. അതെല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലായിട്ടുള്ളത് ഭംഗിയുള്ള ബെഡ്റൂമാണ്, സിമ്പിൾ ബെഡ്റൂമാണ്. ഇതിൽ പാരൻസിനുള്ള റൂം ആയതുകൊണ്ട് 2 ബെഡ് കോട്ട് സെപ്പറേറ്റ് സിംഗിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യമുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ ഒരു കാര്യമല്ല, ഇത് തന്നെയാണ് നമ്മുടെ ബേസ്. അതായത് ഫ്രെയിം സ്ട്രക്ചറിൻ്റെ സ്ലോപ്പ് പ്രൂഫാണ് ഈ കാണുന്നത്. അതിനെ ഒരു വുഡൻ ബീഡിങ്ങോട് കൂടി ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ വലിയ കേർട്ടൻ, ഗോൾഡൻ ആയിട്ടുള്ള ഒരു കേർട്ടൻ കൊടുത്തിട്ടാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഹൈറ്റ് കൂടുതൽ കിട്ടാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫ്രെയിമിൻ്റെ എൻഡിങ് ആണ് ഇവിടെ. ഈ ഒരു സ്പേസിന് അപ്പുറം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള റൂമാണ്. ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ഫ്രെയിം സ്ട്രക്ചറിലും നമുക്ക് ഇത്രയും വലിയ ബെഡ്റൂമുകൾ കൊടുക്കാനുള്ള ഒരു കാരണം ഈ ഒരു ഏരിയയുടെ സ്ക്വയർ ഫീറ്റ് തന്നെയാണ്. ഏകദേശം 1000 സ്ക്വയർ ഫീറ്റിലധികം ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇങ്ങനെ കയറി വേണമെങ്കിൽ ഇതാ നല്ലൊരു ആംബിയൻസുള്ള സ്പേസ് ആട്ടോ. ഇതിൽ ഇവിടെ ഒരു ഇരിപ്പിടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ബെഡ്റൂം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 4 ബെഡ്റൂം ഇതിനകത്തുണ്ടെന്ന്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അല്ല, ടോയ്ലറ്റ് ഒരു കോമൺ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ബെഡ്റൂം ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് മാക്സിമം വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് കേട്ടോ. കാരണം ഫ്രെയിമിൻ്റെ ഒരു ബാക്ക് സൈഡ് എന്ന് പറയാം, അവിടെ വ്യൂ കിട്ടുന്ന രീതിയിൽ സ്പേസ് ഉണ്ട്, ഒരുപാട് സ്പേസ്. നമുക്ക് ബെഡ് കോട്ട് ഈ സൈഡിലേക്ക് പ്ലേസ് ചെയ്യാനും അതുപോലെ സ്റ്റഡി ഏരിയ വാർഡ്രോബൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ അവിടെ. ഇനി നേരെ ഈ ഒരു ഹാളിൽ നിന്ന് മറ്റൊരു റൂമും കൂടെ ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു വ്യൂ ആട്ടോ. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കാണുന്ന രീതിയിൽ ഒരു ബാൽക്കണി വ്യൂ നമുക്ക് കിട്ടും. അവിടെയുള്ള സിറ്റിങ് കാണാൻ പറ്റും, വരുന്ന ആൾക്കാരൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു വാളിനെ ഒന്നും കൂടെ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട് വാൾ പേപ്പറിൽ. ഈ ഒരു വീട്ടിൽ 4ാമത്തെ ബെഡ്റൂം ആട്ടോ കാണുന്നത്. ബെഡ് കോട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇതൊരു അങ്ങനെ പ്രോപ്പർലി അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല, കാരണം യൂസ് ചെയ്യാൻ ആളില്ല സ്ഥലം യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലേക്ക് നല്ല ഇതാണ് ഇതിൻ്റെ റൂഫ് വരുന്നത്. ചെറിയ ബെഡ്റൂം ആണെങ്കിലും എല്ലാം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യത്തിലാട്ടോ ചെയ്തിരിക്കുന്നത്. നമ്മൾ വീട് ചെയ്യുമ്പോൾ ടോയ്ലറ്റ് എത്ര വേണം എന്നൊക്കെയുള്ളത് ഒരുപാട് ചർച്ചകൾ വരുന്ന ഒരു ഭാഗമാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യുക കേട്ടോ. നല്ല ഡോറുകളെ സെയിം ഡിസൈനിൽ തന്നെ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. മെറ്റൽ വീടാകുമ്പോൾ മെറ്റൽ ഡോറുകളാണ് കൂടുതൽ നമ്മൾ കാണാറുള്ളത്. ഈ ഒരു ഫ്രണ്ട് എലിവേഷനിൽ കണ്ട കാഴ്ച സ്ലൈഡിങ് UPVC വിൻഡോകൾ കൊടുത്തിട്ടുണ്ട് ഈ മെറ്റൽ ഫ്രെയിമിൽ കേട്ടോ. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പുറമേ നിന്ന് കണ്ട ഭംഗിയുള്ള ഒരു ഏരിയയാണ്. നല്ലൊരു ബാൽക്കണി, നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്പേസായി മാറി ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ ബാൽക്കണി. നമ്മൾ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന്. എന്നാൽ ഇന്നത്തെ കാലത്തിനനുസരിച്ച് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയലുകളും സ്റ്റൈലുകളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിവിങ് കംഫർട്ട് ഒന്നും കൂടെ കൂടും. ഇപ്പോൾ ഇവിടെ തന്നെ ജോയി ചേട്ടാ ഇങ്ങനെ വീടുകൾ ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്, തറവാട് വീട് തൊട്ടടുത്തുണ്ട്. അതിപ്പോൾ അവർ യൂസ് ചെയ്യുന്നില്ല. കാരണം ഒരാൾക്ക് ഇത്രയും സൗകര്യമുള്ള വീട് മതി. നമ്മൾ വലിയ വീടുകളുള്ള ഒരു കാലമാണിത്. വെറുതെ അടച്ചിട്ട വീടുകൾക്ക് അപ്പുറം യൂസ് ചെയ്യുന്ന ഇതുപോലുള്ള ചെറിയ വീടുകൾ പോരെ ഇനി നമുക്കും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതുപോലുള്ള വീടുകൾ ആവശ്യമുണ്ടെങ്കിൽ, ക്വാളിറ്റിയിൽ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും കൂടെ ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.